ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നൊരു സാരി ഡിസൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരു പുതിയ എംബ്രോയിഡറി ഡിസൈൻ പാറ്റേൺ ആണ് ഞാൻ കാണിക്കുന്നത്. പൊതുവേ നമ്മൾ കാണുന്ന പാറ്റേൺ അല്ല, പുതിയൊരു സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 2 സാരീസ് ആണ് കാണിക്കുന്നത്. ഈ 2 സാരീസും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ചിങ് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സാരിയുടെ എവിടെയൊക്കെയാണ് വരുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു വൈറ്റ് ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ പെൻസിൽ വെച്ച് അല്ലെങ്കിൽ പെൻ വെച്ച് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് എങ്ങനെയാണ് റബ്ബ് ചെയ്ത് കളയുന്നതെന്നുള്ളത്, എറേസ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഓർഗൻഡി മെറ്റീരിയൽ, അതുപോലത്തെ സ്മൂത്ത് മെറ്റീരിയലിൽ നമ്മൾ പെൻസിൽ വെച്ച് വരച്ചാൽ ലൈറ്റായിട്ടാണ് വരച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ എറേസർ വെച്ചിട്ട് ഇതുപോലെ എറേസ് ചെയ്താൽ മതി, അത് മാഞ്ഞു പൊക്കോളും. അതേസമയത്ത് ഇങ്ങനത്തെ ചെക്കായിട്ടുള്ള മെറ്റീരിയൽസ് വല്ലതും ആണെങ്കിൽ, ഇപ്പം റോ കോട്ടൺ അല്ലെങ്കിൽ ചെക്കോട്ട, സൂപ്പർ നെറ്റ്, അങ്ങനത്തെ മെറ്റീരിയൽ എന്ത് വന്നാലും ഇങ്ങനെ ചെക്സ് ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിൻ്റെ അകത്ത് വരച്ചാൽ സാധാ എറേസർ വെച്ച് റബ്ബ് ചെയ്താൽ പോകത്തില്ല. അത് ലൈറ്റായിട്ട് പെൻസിലും കൊണ്ട് വരച്ചെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാഷ് ചെയ്താൽ മതി. അവിടെ മാത്രം സോപ്പിട്ട് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോഴേയും അവിടുത്തെ ആ പെൻസിലിൻ്റെ മാർക്സ് എല്ലാം പോകും. അതും ലൈറ്റ് ആണെങ്കിൽ കേട്ടോ പറ്റുള്ളൂ. ഒത്തിരി ഡാർക്കായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1-2 വാഷൊക്കെ എടുക്കും അത് പോകണമെങ്കിൽ. അപ്പം എപ്പോഴും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലൈറ്റായിട്ട് തന്നെ വരയ്ക്കുക. അത് കാർബൺ പേപ്പർ ആണെങ്കിലും അതെ, അതുപോലെ തന്നെ പെൻസിലാണെങ്കിലും. പെൻ ഉപയോഗിക്കുകയേ ചെയ്യരുത്. പെൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വാഷ് ചെയ്താലും പോകത്തില്ല. അതുകൊണ്ട് പെൻ യൂസ് ചെയ്യരുത്. ഫാബ്രിക് പെൻസിൽ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത്. നോർമൽ പെൻസിലാണെങ്കിൽ ലൈറ്റായിട്ടാണ് വരയ്ക്കണമെങ്കിൽ നമ്മൾ അലക്കിയാൽ പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഡിസൈനിൻ്റെ അത് ഫുള്ളും ഈ ഒരു ഫ്രെയിമിൽ എൻ്റെ തികയത്തില്ല. ഞാൻ കുഞ്ഞു ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞു ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനൊന്നും എൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരത്തില്ല. അത് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രെയിം മൂടിയിട്ട് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രെയിം നല്ല വലിച്ച് തന്നെ ഇടുകയാണ്. അപ്പോൾ നല്ല വലിഞ്ഞായിരിക്കുന്നത് ഫ്രെയിം. ഇപ്പോൾ തുണി നല്ലോണം വലിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ത്രെഡുകൾ സാധാരണ നമ്മൾ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ഷെയ്ഡ്, ഈ 2 ഷെയ്ഡ്സാണ് ഞാനിവിടെ തയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീഡ്സ് 2 ടൈപ്സ് ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നൊരു പീച്ചിഷ് കളർ, ലൈറ്റ് പീച്ചിഷ് കളർ എന്ന് പറയാം, കളർ ത്രെഡും ബീഡും, അതുപോലെ തന്നെ വൈറ്റ് കളർ ബീഡും, പിന്നെ ഒരു സ്വീക്വൻസും ഉപയോഗിക്കുന്നുണ്ട്. ഒരു വൈറ്റ് കളർ സ്വീക്വൻസും ഉപയോഗിക്കുന്നുണ്ട്. ഈ കളർ സ്വീക്വൻസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഡിസൈനിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തയ്ച്ച് തുടങ്ങാം. അപ്പോൾ തയ്ക്കാനായിട്ട് ആദ്യം തന്നെ പേൾ കോട്ടൺ ത്രെഡ് ഒരു വട്ടം, 2 വട്ടം എടുത്തിട്ടില്ല, ഒരു വട്ടം ആയിട്ട് ഇങ്ങനെ സൂചിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ സ്റ്റെമ്മാണ് തയ്ക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് തയ്ക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്റ്റെം സ്റ്റിച്ച്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തയ്ക്കുക. കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത് തയ്ച്ചാൽ അത്രയും വൃത്തിയായിട്ട് വരും. ഒത്തിരി ഡിസ്റ്റൻസ് എടുത്താൽ അതിൻ്റെ ഭംഗി, സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഭംഗി കുറച്ച് കുറയും. എത്ര അടുപ്പിച്ച് തയ്ക്കാമോ അത്രയും നല്ലത്. ഇതുപോലെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് നമ്മൾ കുറച്ച് തുണി എടുക്കുക, എന്നിട്ട് മുമ്പേ തയ്ച്ചതിൻ്റെ അവിടെ ആ ഹോളിൽ പൊക്കുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. വീണ്ടും പുറകിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് എടുക്കുക. കുറച്ച് ഡിസ്റ്റൻസ് നേരത്തെ താത്തി എവിടെയാണ് തീർന്നതെന്ന് വെച്ചാൽ ആ ഹോളിൽ കൂടെ മേളിലോട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഫുൾ സ്റ്റെംസും തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീവ്സ്. എപ്പോഴും ഒരു സൈഡിൽ തന്നെ ത്രെഡ് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഇപ്പം നമ്മൾ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നോട്ട് ഇടണം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു താഴെ നോട്ട് ഇടണേ ഇവിടെ കാണിക്കുമോ എന്നുള്ളത്. ഞാൻ ഇവിടെ നോട്ട് ഇടണ കാണിച്ചു തരാം. ദേ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ദേ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു പോർഷനിൽ തന്നെ എടുക്കുക. ഇങ്ങനെ കുത്തിയെടുക്കുക, അങ്ങോട്ടേക്ക് തന്നെ ആ ലൈനിൽ തന്നെ നീഡിൽ കുത്തിയെടുക്കുക. അല്ലെങ്കിൽ അപ്പുറേ ത്രെഡ് കാണും, ത്രെഡ് വന്നേക്കുന്നത് കാണും. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ, ഈ ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ ഇതുവരെ ത്രെഡ് പാസ് ചെയ്ത് വെച്ചാൽ മതി. ഒരു നോട്ടായി. ഒന്നോടെ ഉറപ്പിനിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യണില്ല, ഞാൻ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ വെറുതെ നീഡിൽ പാസ് ചെയ്യുന്നുള്ളൂ. എടുത്തിട്ട് ഇതുവരെ അപ്പോൾ നമ്മൾ നോട്ട് ഇടുമ്പോൾ എപ്പോഴും ഒരു വട്ടം തുണിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഒരു വട്ടം ത്രെഡിൻ്റെ മാത്രം താഴത്തേക്കൂടെ ത്രെഡ് ഇതുവരെ പാസ് ചെയ്തിട്ട് നോട്ട് ഇട്ട് വെച്ചാൽ മതി. ഒരു വട്ടം എങ്ങാനും തുണിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വേണം നോട്ട് ഇടാനായിട്ട്. ഇപ്പം നമ്മൾ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സെയിം ത്രെഡും കൊണ്ട് തന്നെയാണ് നമ്മൾ ലീഫ് തയ്ക്കാൻ പോണത്. ലീഫ് നമ്മൾ തയ്ക്കാൻ പോണ ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ ഫെദർ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ടിപ്പിൽ നിന്ന് ഇതുപോലെ എടുക്കുക. ഇത് ഫെദർ സ്റ്റിച്ച് നമുക്ക് അടുപ്പിച്ച് തയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അകത്തിയാണെങ്കിലും തയ്ക്കാം, ഫില്ല് ചെയ്യാം എന്നാണ്. അപ്പം ഞാൻ ഇവിടെ അകത്തിയാണ് തയ്ക്കുന്നത്. ഈ ടിപ്പിൽ നിന്ന് നമ്മൾ ഈ ഡിസൈൻ ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ഡിസൈൻ്റെ സൈഡിൽ നിന്ന് സെൻറ്ററിൽ വരയുണ്ട്. ആ വരയുടെ അങ്ങോട്ടേക്ക് കൃത്യം വരയിൽ കുത്തണമെന്നില്ല, ഈ സൈഡിലോട്ട് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഏത് സൈഡ്, ലെഫ്റ്റ്. ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡാണ്, റൈറ്റ് സൈഡിലോട്ട് ചേർന്നാണ് കുത്തുന്നത്. വരയിൽ നിന്ന് റൈറ്റിലോട്ട് മാറിയാണ് കുത്തുന്നത്. അപ്പം എന്നിട്ട് നീഡിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് പാസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇത് ഒരു ഇതായി. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ഇനി ത്രെഡ് വരേണ്ടത്. ഇപ്പുറത്തെ സൈഡിലോട്ട് ത്രെഡ് ഇടുക. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇപ്പോൾ ഡിസൈൻ വന്നേക്കുന്ന ഈ പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ കുത്തിയെടുത്തതിൻ്റെ നേരെ താഴെയാവണം എന്ന് വെച്ചാൽ കുറച്ച് താഴെയാവണം, ലെഫ്റ്റ് സൈഡിലോട്ടുമാണ്, ഈ വരയുടെ ലെഫ്റ്റ് സൈഡിലും ആവണം. അപ്പം അങ്ങനെ വേണം കുത്തിയെടുക്കാൻ. അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഈ വരയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട്, ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്തി എടുക്കുന്നു. നീഡിലിൻ്റെ താഴെ ത്രെഡ് വെക്കുന്നു, എന്നിട്ട് നീഡിലെടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു യു ആയി. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ത്രെഡിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ചേർത്തി എടുക്കുക. ആ വരയുടെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ എടുക്കുന്നു. അപ്പം ഈ ഒരു വിടവ് നമുക്ക് എന്തോരം അടുപ്പിച്ച് തയ്ക്കണം, അകത്തി തയ്ക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അകത്തി വേണമെങ്കിൽ ഇനിയും അകത്തി തയ്ക്കാം, അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് തയ്ക്കാം, ഒക്കെ നമുക്ക് ഇഷ്ടം. ഇപ്പം ഞാൻ ഇത്തിരി അത്യാവശ്യം അകത്തി തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. ഒരേ വട്ടം ഇപ്പോൾ ഇവിടെ തയ്ച്ചതിന് തൊട്ട് താഴെ വേണം, കുറച്ച് താഴെ വേണം അടുത്ത തവണ അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് താഴെയായിരിക്കും ഇവിടുന്ന് എടുക്കുമ്പം ഈ സൈഡിൽ നിന്ന് കുത്തിയെടുക്കുമ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പം അങ്ങനെ മാറി മാറി എടുക്കുക. അപ്പോൾ നമ്മൾ ലീഫ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ആ ഒരു ലീഫും ഫെദർ സ്റ്റിച്ച് വെച്ച് അകത്തിയാണ് ലീഫ് തയ്ച്ചിരിക്കുന്നത്. ആ ലീഫും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് തയ്ക്കാം. ഇപ്പോൾ ഫ്ലവേഴ്സ് തയ്ക്കാൻ ഞാൻ ഓറഞ്ച് പേൾ കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ നോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ 2 സർക്കിളുണ്ട്, അതിലത്തെ സെൻറ്റർ ഈ സർക്കിളിൽ നിന്ന്, ഇന്നർ സർക്കിളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇവിടെ കുത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പുറത്തെ സർക്കിളിലോട്ടാണ് പോകുന്നത്. അത് നേരെ സ്ട്രെയിറ്റ് അവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ എടുക്കുകയാണ്. കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇതുപോലെ നീഡിൽ വലിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യണത് സെൻറ്ററിൽ നിന്ന്, നേരെ സെൻറ്ററിലാണ് പോകുന്നത്. സെൻറ്ററിൽ നിന്ന് ഈ ഉള്ളിലത്തെ സർക്കിളിൻ്റെ തൊട്ടടുത്ത്, ഇപ്പോൾ എടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എടുക്കുകയാണ് ഇതുപോലെ. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ വെക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. നമുക്കിങ്ങനെ കിട്ടും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടുന്ന്
കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് എന്തോരം ഡിസ്റ്റൻസ് വേണ്ടതെന്നുള്ളത് അതും നമ്മുടെ ചോയ്സ്, എത്ര ടൈറ്റ്ലി വരണം ഫ്ലവർ എന്നുള്ള രീതിയിൽ പോകും. നല്ല ടൈറ്റ്ലി വേണമെങ്കിൽ തൊട്ടടുപ്പിച്ചടുപ്പിച്ച് തയ്ക്കുക. ഈ ഡിസ്റ്റൻസ് കുറച്ച് ഒട്ടും എടുക്കാണ്ട് തൊട്ടടുത്തായിട്ട് വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. അതെല്ലാം ദൂരത്ത് കുറച്ച് അകന്ന പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നീഡിലെടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് അടുത്തടുത്തായിട്ടാണ് തയ്ക്കുന്നത്. പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് ആങ്കറിൻ്റെ 6 strands ത്രെഡ് ഇട്ടാണ് തയ്ക്കണമെങ്കിൽ ഇത് നല്ല ടൈറ്റ്ലി പാക്കായിട്ട് വരും, നല്ല ടൈറ്റായിട്ട് വരും. ഇതിപ്പോൾ പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് അത്രയും കട്ടിയില്ലാത്തത് കൊണ്ട് അത്ര ടൈറ്റായിട്ട് വരത്തില്ല, ഇച്ചിരി വിടവുണ്ടാകും ഇതിൻ്റെ ഇടയിൽ. എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ തന്നെ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെയാണ് എൻഡ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ചെമ്മന്തി സ്റ്റിച്ച് വെച്ച് ഫ്ലവർ തയ്ക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഞാനൊരു വൈറ്റ് കളർ ബീഡ് വെക്കുന്നുണ്ട്. സെൻറ്ററിലായിട്ടൊരു സീക്വൻസും പിന്നെ ഇതിൻ്റെ ചുറ്റും ലൈറ്റ് പീച്ച് കളർ ബീഡുമാണ് വെക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ തയ്ച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ ഡിസൈൻ ഫുള്ളും തയ്ച്ചു കഴിയുമ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ വൈറ്റ് ബീഡും അതുപോലെ തന്നെ സൈഡിൽ ഒരു ലൈറ്റ് പീച്ച് കളർ ബീഡ്സും, സ്മോൾ ബീഡാണ്. ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ വലുതാണ് കേട്ടോ ആ ബീഡ്. പിന്നെ സെൻറ്ററിലൊരു സീക്വൻസും, അത് വൈറ്റ് കളർ സീക്വൻസ് ആണ്. ജസ്റ്റ് ഷൈനിങ് ഒരു ഇതുള്ളതാണ്. വെയിലൊക്കെ അടിക്കും അല്ലെങ്കിൽ ലൈറ്റൊക്കെ വരുമ്പോൾ ഒരു ഗ്ലെയർ വരുന്ന ഒരു സീക്വൻസ് ആണ്, വൈറ്റ് കളർ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത് സാരിയിൽ എന്തോരം ഡിസൈൻസ് ആണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് ഞാൻ വിടർത്തിയിട്ട് ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ചെമ്മന്തി സ്റ്റിച്ചും അതുപോലെ തന്നെ ഫെദർ സ്റ്റിച്ച് വെച്ച് എങ്ങനെയാണ് ലീഫ് തയ്ക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സാരിയിൽ എവിടേക്കാണ് എത്ര എണ്ണമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ സാരി തയ്ച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ സാരി തയ്ച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് മുന്താണിയാണ്. മുന്താണിയുടെ ഒരു സൈഡിലാണ് വർക്കുള്ളൂ. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒറ്റ സൈഡിൽ നമ്മൾ കാണുന്ന സൈഡിൽ വർക്ക് കഴിഞ്ഞിട്ട് ഒരു ഡിസൈൻ കഴിഞ്ഞ് 6 ഇഞ്ച് വിട്ടിട്ടാണ് അടുത്ത ഡിസൈൻ വരുന്നത്. അങ്ങനെ ഫുൾ ബോർഡേഴ്സും കൊടുത്തേക്കുക. ഫുൾ ബോർഡർ എന്ന് പറഞ്ഞാൽ പ്ലീറ്റ്സിൻ്റെ ആ ഒരു പോർഷനിലോട്ടില്ല. 10 ഡിസൈൻ ആണ് ടോട്ടൽ ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ നിരന്ന് പൊക്കോണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുക. 10 ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറകിലോട്ട് ഞെറിഞ്ഞ് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ട് പോകുന്ന ആ ഒരു പോർഷൻ വരെ ഇതുപോലെ വർക്ക് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് കാണിച്ച ചെമ്മന്തി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഫെദർ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും ആണ് ചെയ്തിരിക്കുന്നത്. നടുക്ക് ബീഡ്സ് ആണ് വെച്ചിരിക്കുന്ന, പേൾസ്. നടുക്ക് ഒരു സീക്വൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് പീച്ച് ഷെയ്ഡ് ബീഡ്സും ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്, ഓറഞ്ച് ആൻഡ് ഗ്രീൻ. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ലൈറ്റ് പീച്ച് ഷെയ്ഡ് ബീഡ്സും ആണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ബ്ലൗസ് ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഓറഞ്ച് കളർ ബ്ലൗസ് ഇട്ടാൽ, അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ഇട്ടിട്ട് പൈപ്പിംഗ് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. 6 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ 10 ഡിസൈൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബോർഡേഴ്സിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് താഴത്തെ പോർഷൻസിൽ ഡിസൈൻ ഒന്നുമില്ല. ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്.
ഈ ഒരു സാരി ചെക്കോട്ടയാണ്, ഓഫ് വൈറ്റ് ചെക്കോട്ട മെറ്റീരിയൽ ആണ്. അതിൻ്റെ അകത്ത് 10 ഡിസൈൻസ് ഇതുവരത്തെയാണ് വന്നിരിക്കുന്നത്. മുന്താണിയുടെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ നീണ്ടു പോകുന്നു. അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് 1450 റുപ്പീസ് ആണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ സാരി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാരി മെറ്റീരിയൽ സൂപ്പർ നെറ്റ് മെറ്റീരിയൽ ആണ്. അതിൻ്റെ കളർ ഒരു ബ്യൂട്ടിഫുൾ കളറാണ്. നമ്മുടെ നല്ല പഴുത്ത മാമ്പഴത്തിൻ്റെ കളറാണ്, റൈറ്റ് മാംഗോ യെല്ലോ കളറാണ്. അതിൻ്റെ അകത്ത് ഇതാണ് ഇപ്പോൾ സാരി. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ലേസി ഡേസി വർക്കാണ്. മെറൂൺ കളർ ത്രെഡ് ഇട്ട് ലേസി ഡേസി ആണ് ചെയ്തിരിക്കുന്നത്. നടുക്ക് ഓരോ ഫ്ലവറിൻ്റെയും നടുക്ക് ഒരു ഷുഗർ ബീഡ് വെച്ചിട്ടുണ്ട്. അതൊരു ആൻറ്റിക് കളർ ഷുഗർ ബീഡാണ് വെച്ചിരിക്കുന്നത്. ലീവ്സ് വന്നിട്ട് ഒലീവ് ഗ്രീൻ കളർ വെച്ചിട്ട് സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡാണ്. ഈ ഒരു സൈഡിൽ മാത്രമേ വർക്കുള്ളൂ, അപ്പുറത്തെ സൈഡിൽ വർക്കും ഇല്ല. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വലിയ ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വലിയ ഡിസൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഷോൾഡർ വരുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കില്ല നമ്മൾ തയ്ക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഷോൾഡറിൽ വരുമ്പോൾ. ഷോൾഡർ മുതൽ നമ്മുടെ ഡിസൈനിങ് വരുന്നത്. ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഷോൾഡർ വരുമ്പോൾ നേരെ താഴത്തുനിന്ന് മേളിലോട്ടായിട്ടായിരിക്കും ഡിസൈൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഡിസൈൻ, ഒരു കുഞ്ഞു ഡിസൈൻ, പിന്നെയും ഒരു വലിയ ഡിസൈൻ, അങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 5 ഡിസൈനാണ്, 5 വലിയ ഡിസൈനും 2 കുഞ്ഞു ഡിസൈനുമാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാരിയുടെ റേറ്റും 1450 ആണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ 2 സാരിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.